അമ്മമ്മേ, ഒരു കാര്യം ചോദിക്കട്ടെ? ഒരു കാര്യം ചോദിക്കണ്ട. ഈ തളകിന്റെ ഭ്രാന്തുണ്ട്. ഭ്രാന്ത് അപ്പന പോരാടുന്നു. ഇത് വൈദ്യശാല അല്ല, കള്ളുഷാപ്പ്. എന്താ വേണ്ടേ? ഈ ബാലമ്മേന്റെ വീട്ടിലേക്ക് എങ്ങനെ പോവാ? നടന്നും പോവാം, ബസ്സിനും പോവാം, സൈക്കിളിനും പോവാം, എങ്ങനെ വേണമെങ്കിൽ പോവാം. എനിക്ക് അങ്ങോട്ട് പോവാനാണേ. എടോ മനുഷ്യ, ഈ നാട്ടിൽ ഒരുപാട് ബാലമേനന്മാരുണ്ട്. അതെ, ഇതിലേ പോയാൽ ഒരു ബാലമേന്റെ വീട്ടിലേക്ക് ശരി, എന്നാ. ഇതിലേ പോയാലും ഒരു ബാലമേന്റെ വീട്ടിലേക്ക് പോവാം. ഇതിലേ പോയാലും ഒരു ബാലമേന്റെ വീട്ടിലേക്ക് പോവാം. ഇത് ഏത് ബാലമേന്റെ വീട്ടിലേക്ക് നിനക്ക് പോകണ്ടേ? 2 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുള്ള ആളാണേ. ഓ, വാദം ഉണ്ടായിട്ടുണ്ടോ? അതെനിക്കറിയില്ല. എന്നാ വാദം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിന് ചികിത്സിച്ചോണ്ടിരുന്നേ. അപ്പൊ അതിന് ശേഷം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്? അതെ, അങ്ങനോട് ചോദിക്കണം. നമ്മ ആരാ? ഈ ഒരു നമ്മി അല്ല, താനെന്താ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആടണേ? ഇതിപ്പോ ഞാൻ ശരിയാക്കാം. ശരിയാക്കണ്ട, താൻ അടുത്ത് കൈ പിടിച്ചോളൂ. എന്റെ മൂത്ത അമ്മാവുണ്ടല്ലോ, ആ അമ്മാവന്റെ ജ്യേഷ്ഠന്റെ ഒരു മകനുണ്ട്. അവന്റെ ജ്യേഷ്ഠന്റെ ഒരു കുട്ടികളുണ്ടാവല്ലോ. ആ കുട്ടിയുടെ അവന്റെ മകന്റെ, അതായത് മകൻ. അതന്നെ, അടുത്ത ബന്ധാണല്ലോ. എന്തിനാണോ വെറുതെ? ഒരു കാര്യം ചെയ്തോളൂ, ഇതിലേ അങ്ങോട്ട് ചെല്ലുക, എന്നിട്ട് ഇതിലേ അങ്ങോട്ട് പോയിക്കോളൂ. ഒരു വൈദ്യ തമാശക്കാരനല്ല, കാര്യമായിട്ടാ. ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ബാലേട്ട, ബാലേട്ടനെ മനസ്സിലായില്ലേ? ഇല്ല. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ പിടികിട്ടി, ആ ആള് തന്നെ. 2 അറ്റാക്ക് കഴിഞ്ഞത് വരെ അറിഞ്ഞിട്ടാ ഞാൻ വരുന്നത്. എനിക്കോ? ആ, അയ്യപ്പൻ പിള്ളേ. എന്തോ? അയ്യപ്പൻ പിള്ളയാ? അയ്യോ, ബാലേട്ടനൊരു മാറ്റവും ഇല്ല. കുട്ടിക്കാലത്ത് കണ്ട ആ മുഖം തന്നെ. മനസ്സിലായില്ല. എങ്ങനെയാ മനസ്സിലാവുക? കണ്ടിട്ട് എത്ര കാലായേ? ഞങ്ങളെ ഒരു പാത്രത്തിൽ നിന്ന് ഉണ്ട് കഴിഞ്ഞവരാ. ഞാൻ ഇന്ന് ഓർക്കുക, ആ കുട്ടമാമന്റെ കുളത്തില് ബാലേട്ടൻ എന്നെ നീന്തൽ പഠിപ്പിച്ചതും ശേഖരമാമന്റെ വീട്ടില് സർപ്പമ്പാട്ടിനെ എന്നെ തോളിരുത്തി കൊണ്ടുപോയതും ഒക്കെ ഞാൻ ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർക്കുക. ഇപ്പൊ എനിക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാലേ, സുഖമായിട്ട് കുഴമ്പ് തേച്ചൊന്ന് കുളിക്കണം. ശീലിച്ചതാണേ. ദശാസന്ധികളിലൊക്കെ ഭയങ്കര വേദന. വെള്ളം ചൂടാക്കണം നിർബന്ധ. അകത്താരുല്ലേ? ദേവുട്ടി, ദേവുട്ടി, ആരാ ഇയാള്? ഞാനും അതാ ആലോചിക്കുന്നത്. അയാൾ പേര് പറഞ്ഞ ആൾക്കാരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരും ബന്ധുക്കളൊക്കെയാ. പക്ഷെ ഇയാളാരാ? എന്നിട്ടാണോ അകത്തേക്ക് വിടുന്നത്? ഞാൻ വേണ്ട അയ്യപ്പൻപിള്ളേ, ഇന്ന് എന്റെ മോള് വന്ന ദിവസമാണ്. ഇന്ന് ഏത് ചെകുത്താൻ വന്നാലും ഞാൻ തിരിച്ചയക്കില്ല. നിങ്ങൾ ആരാ? എന്നെ മറന്നോ? മറക്കാൻ നിങ്ങളെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്താ ഈ പറയണേ? ഈ ഒക്കത്തിരുത്തി എന്നെ ദേവിട്ടി പൂരം കാണാൻ കൊണ്ടുപോയത് ഇന്നാണ് കഴിഞ്ഞതുപോലെ ഓർക്കുക. അല്ല, ചേട്ടന് എത്ര വയസ്സായി? എനിക്ക് വയസ്സ് 40ആയി. എനിക്ക് 26 ആയിട്ടില്ല. അപ്പൊ പിന്നെ ഈ ഒക്കത്തിരുത്തി ദേവൂട്ടിനെ ഞാനാവും പൂരം കാണാൻ കൊണ്ടുപോയിണ്ടാവുക. അല്ല, എന്താ ഇപ്പൊ വേണ്ടേ? എനിക്ക് ഈ സൈക്കിൾ വേണം. ദേശാസന്ധികളിലൊക്കെ ഭയങ്കര വേദന. ചൂടുവെള്ളമുണ്ടോ? ഒന്ന് കുളിക്കണം. നല്ല തിളച്ച വെള്ളമുണ്ട് അടുപ്പത്ത്. അതിന്റെ ഇപ്പൊ വല്ല ആവശ്യമുണ്ടോ ദേവുട്ടി? ഒന്ന് നിക്കുക. എവിടേക്കാ? അകത്തേക്ക്. എന്താ? നമ്മൾ ആരാണെന്ന് മനസ്സിലായില്ല. നിങ്ങളാരാ? അതൊക്കെ പറയാം. അതെ, അദ്ദേഹത്തിന് 2 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളതാ. നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോട് പറയാം, ഞാൻ അദ്ദേഹത്തിനോട് പറയാം. അധികം സംസാരിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. അധികം സംസാരിക്കരുത് എന്ന് ഡോക്ടർ അദ്ദേഹത്തോട് പ്രത്യേകം പറഞ്ഞിട്ടില്ലേ? ആ ഡോക്ടർ ഞാനാ, മാധവൻകുട്ടി.
മനസ്സിലായോ? രേവതി, എന്റെ 1.5 മണിക്കൂർ നേരത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ഒരു സാമാന്യ ബോധം വെച്ചൊരു കാച്ചു കാച്ചതാണ്. തെറ്റുകുറ്റങ്ങൾ കാണും, സഹിക്കുക. എനിക്കിപ്പോ എന്തിനാ ഈ ഡ്രസ്സൊക്കെ? ഇട്ട് നടക്കാൻ ഹോസ്റ്റലിൽ നിന്ന് നേരിട്ട് വരുന്ന വഴിയല്ലേ, എത്രയൊക്കെ ഉണ്ടാവുമെന്ന് അച്ഛൻ അറിയാം. ടൗണിൽ പോയി കുറെ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ വാങ്ങാൻ മാധവൻകുട്ടിയെ ചുമതലപ്പെടുത്തിയത് ഞാനാ. MD പാസ്സായി മാനം മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറെ കൊടുത്ത് അസൈൻമെന്റ് നോക്കണേ. മോള് ഇതിലേതെങ്കിലും ഒന്ന് ഇട്ടുകൊണ്ട് വന്നേ, അച്ഛനൊന്ന് കാണട്ടെ. ആ ചെല്. ഈ റെഡിമെയ്ഡ് ഗാർമെന്റ്സ് വിൽക്കുന്ന കടയില് ലേഡി സെക്ഷനിൽ ഞാൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് പരിചയമുള്ളൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് എന്റെ അടുത്ത് വന്ന് കൈ തന്നിട്ട് പറഞ്ഞു, കൺഗ്രാറ്റുലേഷൻസ് ഡോക്ടർ മാധവൻകുട്ടിന്ന്. എന്തിനാ? പുള്ളി വിചാരിച്ച് എന്റെ കല്യാണം കഴിച്ചെന്ന്. ഞാൻ വിളിക്കുന്നു. പറ്റിയ ആളിനെയാ ബാലമാവ് സെലക്ഷൻ പറഞ്ഞയച്ച്. ഇവിടെ വാ, ഇത് കണ്ടോ? ഇതിൽ എനിക്കൂടെ കയറാം. ഡോക്ടറെ, വേറെ ചില ഡ്രസ്സുകൾ തീരെ ചെറുതാണ്. ദോഷം പറയരുതല്ലോ. എല്ലാം കൂടി ആവറേജ് നോക്കുമ്പോ സൈസ് ശരിയാവും. ഒന്ന് നിൽക്കൂ. എന്താ? ഡോക്ടർക്ക് എന്നോടൊന്നും തോന്നരുത്. ഏയ് ഇല്ല. എനിക്ക് ഇപ്പൊ ഈ എന്താ? ദശാസന്ധികളിലൊക്കെ ഭയങ്കര വേദന. ഇവിടെ ഈ കൈക്കോട്ട് കിട്ടുമോ? എന്തോ? തൂമ്പ, പിക്കാസ്, മമ്മട്ടി ഏതെങ്കിലും? പിന്നെ ഇഷ്ടം പോലില്ലേ ഇവിടെ. എങ്കിൽ അതേൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് ദിവസം ഒരു 4 മണിക്കൂർ വെച്ച് കിളക്കുക. ഈ ശരീരം ഒന്ന് ഇളകട്ടെ. പാല്. അയ്യോ എനിക്ക് വേണ്ട. ഊണ് കഴിഞ്ഞ് കിടക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് പാല് ഇവിടെ എല്ലാവർക്കും പതിവാ. എനിക്ക് വേണ്ട എന്തോച്ചി, ഞാൻ ഇതൊന്നും ശീലിച്ചിട്ടില്ല. എന്താ പറഞ്ഞത്? പണ്ട് പാലല്ലാതെ ഒന്നും കുടിക്കില്ല എന്ന് വാശി പിടിച്ചിരുന്ന പെണ്ണാ ഹോസ്റ്റലിൽ ചെന്ന് ഉള്ള ദുശീലങ്ങളൊക്കെ പഠിച്ചു അല്ലേ? ആ ദാ കുടിക്ക. എന്താ വരുന്നതെന്ന് നോക്കട്ടെ. കുടിക്ക. അച്ഛൻ വന്ന് പറഞ്ഞപ്പോ എന്തനുസരണയാണെന്ന് നോക്കി. ആ അങ്ങനെയാണ് സ്നേഹമുള്ള മക്കള് അല്ലേ മോളെ? ആ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചതല്ലേ, വർത്തമാനം പറഞ്ഞിരുന്ന സമയം കളയണ്ട, കിടന്നുറങ്ങാൻ നോക്ക്. ഇന്ദു, മോക്ക് പതയ്ക്കാൻ എവിടെ? എന്റെ ഉണ്ട്. ആ അതൊന്നും വേണ്ട, പോയി കൊണ്ടുവരൂ. ആ മോള് കിടന്നോളൂ. രാവിലെ നേരത്തെ എഴുന്നേക്കണം. അമ്പലത്തില് മോളെയും കൊണ്ടുപോയി വിശേഷാൽ പൂജ നടത്താമെന്ന് അച്ഛൻ നേർന്നിട്ടുള്ളതാണ്. ആ കിടന്നോളൂ. ആ ഈ ജനാലയൊന്നും ഇങ്ങനെ തുറന്നിട്ടേക്കണ്ട. കായലിൽ തട്ടി വരുന്ന കാറ്റിന് നല്ല തണുപ്പാണ്. പരിചയമില്ലാത്തവർക്ക് അത് മതി അസുഖത്തിന്. ദേവുട്ടി, ആ നീ വാതുക്കൾ തന്നെ കാണണം. മോക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ. ചിന്ന പാപ്പാ എങ്ക ചെല്ല പാപ്പാ. തിളപ്പിച്ചാക്കിയ ജീരവെള്ള രാത്രി കുടിക്കാനാ ഇവിടെ വെച്ചിട്ടേ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ വാതിൽ കിടപ്പുണ്ടാവും. ദേവൂന്ന് തികച്ചു വിളിക്കണ്ട, അതിനു മുമ്പ് ഞാൻ ഇവിടെ എത്തും. പോട്ടെ. തൂക്കമും കൺകളെ തഴുവട്ടുമേ. രേവതിക്ക് കിടക്കാറായിച്ച കിടന്നോളൂ. എന്തോ ഞാൻ കിടക്കുമ്പോ മണി 12 കഴിയും. ബാലമ്മാവന് രാത്രിയിലത്തെ മരുന്നോട് കൊടുത്തിട്ട് വേണം. പോട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.